നമ്മുടെ കേരളത്തെക്കുറിച്ച് പുറം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ചില കഥകൾ. ദി കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് നമ്മുടെ സംസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ. ഇപ്പോൾ അതിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ആ സിനിമയുടെ പിന്നണി പ്രവർത്തകർ ഉന്നയിക്കുന്ന വാദങ്ങളും അവർ നിരത്തുന്ന തെളിവുകളും എത്രത്തോളം പൊള്ളയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അടുത്തിടെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. തങ്ങൾ പറയുന്നത് കള്ളമല്ലെന്നും അനുഭവസ്ഥരായ പെൺകുട്ടികളെ വേദിയിൽ എത്തിച്ചിട്ടുണ്ടെന്നും അവർ അവകാശപ്പെട്ടു. എന്നാൽ കൗതുകകരമായ വസ്തുത എന്താണെന്നാൽ അവിടെ എത്തിയ പെൺകുട്ടികളിൽ ഒരാൾ പോലും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നില്ല. ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ എങ്ങനെയാണ് കേരളത്തിന്റെ കഥ എന്ന് വിളിക്കാൻ കഴിയുക? സിനിമയുടെ പേരും അവർ നൽകുന്ന തെളിവുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന വലിയ സത്യമാണ് ആ പ്രസ് മീറ്റിലൂടെ വെളിപ്പെട്ടത്. സിനിമയുടെ ടീസറിലും ട്രെയിലറിലും കേരളത്തെ ഭീകരവാദികളുടെ കേന്ദ്രമായും ലവ് ജിഹാദിന്റെ വിളനിലമായും ഒക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതിയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും പോലും കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊരു പ്രതിഭാസമില്ലെന്ന് പലതവണ വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും ഒരു പ്രത്യേക രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഇത്തരം സിനിമ ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം. കേരളത്തിൽ പച്ചപ്പും പ്രകൃതി ഭംഗിയും കാണിക്കുന്നതിനൊപ്പം അതിനുള്ളിൽ വർഗീയതയുടെ വിഷം ഒളിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള ചിത്രീകരണം തികച്ചും പ്രതിഷേധാർഹമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും അഭിമാനകരമായ കാര്യം നമ്മുടെ കേരളത്തിന്റെ പ്രതികരണമാണ്. സർക്കാർ സിനിമ നിരോധിക്കാനോ ആരും കാണരുതെന്ന് ആജ്ഞാപിക്കാനോ പോയില്ല. പകരം കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് യുവതലമുറ ഇതിലെ കള്ളത്തരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും തുറന്നുകാട്ടി. ഒരു പ്രോപ്പഗണ്ട സിനിമയെ എങ്ങനെ പക്വതയോടെ നേരിടണം എന്ന് മലയാളികൾ കാണിച്ചു തന്നു. ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി യുവാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ, ഇത്തരം സിനിമകൾ കാരണം നേരിടേണ്ടി വരുന്ന ജഡ്ജ്മെന്റൽ മനോഭാവത്തെക്കുറിച്ചും നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മതപരിവർത്തനം എന്നത് ഇന്ത്യയിൽ നിയമപരമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഓരോ വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്. എന്നാൽ ഇതിനെ നിർബന്ധിത മതപരിവർത്തനമായി ചിത്രീകരിക്കുകയും അതിനെ പ്രണയവുമായി കൂട്ടിക്കൊഴുക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉടലെടുക്കുന്നത്. പ്രണയത്തിന് മതമില്ലെന്നും അത് തികച്ചും വ്യക്തിപരമായ കാരണമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. എല്ലാ മതങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹങ്ങളും മതപരിവർത്തനങ്ങളും നടക്കുന്നുമുണ്ട്. അതിനെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ആയുധമാക്കി മാറ്റുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകാൻ മാത്രമേ സഹായിക്കൂ. നമ്മുടെ നാടിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇത്തരം സിനിമകൾക്ക് അല്പായുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം കേരളം എന്നും സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മണ്ണാണ്. കേരളമില്ലാത്ത കേരള സ്റ്റോറികളുമായി ആര് വന്നാലും അവർക്ക് വാലും ചുരുട്ടി ഓടേണ്ടി വരും എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും. സത്യം എന്ന് ജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞും പ്രതിരോധിച്ചും നമുക്ക് മുന്നോട്ട് പോകാം.